ഞാൻ പറയുന്നതാണെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വേറൊരു ജോലി അന്വേഷിച്ച് പോണേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ ഒരാൾക്കുടെ കീഴിൽ നിൽക്കണേക്കാളും അത് വലിയൊരു ഇതാണ്. ഒരാളുടെ കീഴിൽ നിന്ന് പണിയെടുക്കണേക്കാളും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ പണിയെടുത്താണെങ്കിൽ എങ്ങനെയായാലും ജീവിച്ചു പോകും. പശുവിനെ മേടിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഇപ്പൊ വളയോ മാലയോ എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെക്കും. ഒരു വീട്ടമ്മ തുടങ്ങിയ പശു വളർത്തൽ പിന്നീട് ആവേണ്ട വരുമാന മാർഗം ആകാറുണ്ട്. അപ്പോൾ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനൂബി. നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് തെറ്റാലി ദേവസിക്കുട്ടിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവർക്ക് വെറും 4 പശുക്കൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പശുക്കുട്ടിയിൽ നിന്നാണ് ഇവരുടെ തുടക്കം. ഇവർക്ക് ലക്ഷങ്ങളൊന്നും വരുമാനമില്ലെങ്കിലും ഒരാളുടെ കീഴിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ നല്ലൊരു വരുമാനം ഈ ഒരു പശു വളർത്തുന്നത് കിട്ടുന്നുണ്ട്. അതിന് കാരണം ഇവരുടെ പശു വളർത്തൽ രീതി പാൽ വിൽപ്പനയുമാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് 4 പശുക്കളെയും കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് പോകും. ചേട്ടാ നമസ്കാരം, പേര് പറയാവോ? പേര് ദേവസിക്കുട്ടി. സ്ഥലം പറയാവോ? ചൊവ്വര. ഓക്കെ, എറണാകുളം ജില്ലയിലാട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോ 3 മണിക്കല്ല ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉച്ചത്തെ. അപ്പൊ ഇവിടെ തീറ്റ കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ തീറ്റയാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്? ഞങ്ങള് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇപ്പൊ കേരള ഫീഡാണ്. ഓക്കെ, അത് നേരത്തെ മുതൽ കൊടുക്കുന്നതാണോ? അത് എങ്ങനെയാ? അത് ആദ്യത്തില് കേസ് കൊടുത്തുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ഡയറിയിൽ നിന്ന് എടുക്കാനും എളുപ്പം അതായിരുന്നു. എളുപ്പത്തിൽ നമുക്ക് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് വായ്പ കാശ് കൊടുക്കാണ്ട് കിട്ടൂലോ. ക്യാഷ് ആണെങ്കിൽ റെഡി ക്യാഷ് കൊടുക്കണം. അതുകൊണ്ടാണ് ചേഞ്ച് വരുത്തിയത്. അതും വരുത്തി. പിന്നെ കേരള ഫീഡ് ഇത്തിരി നല്ലതാണെന്നുള്ള ഒരു ഇതും വന്നു. ചെന പിടിക്കണതൊക്കെ കണക്ക് തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ നോക്കിയിട്ട് വലിയ, പക്ഷെ ക്യാഷാണെങ്കിൽ ഇത്തിരി പാല് കൂടുതൽ കിട്ടും എന്നാണ് പറയണത്. ഇത് 3 കിലോ. ഇതിപ്പോ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ 1 കിലോ ഉണ്ടാവും. ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരു 3 പാത്രം ഇടും ഒരാൾക്ക്. 2 3 അല്ലേ? അതെ, 3. ഇവിടെ എങ്ങനെയാ പാലുൽപാദനം അനുസരിച്ചാണോ കൊടുക്കുന്നത് പശുക്കൾക്ക്? അതെ, കറക്കണ പശുക്കൾക്കാണ് അതിന്റെ അനുസരിച്ച് കൊടുക്കണത്. ഇപ്പൊ കറവ കുറഞ്ഞു വരുമ്പോ ഇത്തിരി നമ്മൾ കുറയ്ക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരുവിധം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കൊടുക്കണത് കൊടുത്തില്ലേ അവര് പാലും കുറയ്ക്കും. നമ്മള് 3 കിലോ എന്നുള്ളത് 2.5 ആക്കിയാ അവരപ്പൊ കുറയ്ക്കും. അതാണ്. അതെ അതെ, തീറ്റ കൊടുക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗോതമ്പ് തവിട് ഉണ്ട്, അതും ഇടും ഒരു പാത്രം. അരിത്തവിട് എല്ലാവരും കൂടി മിക്സ് ആയിട്ട് കൊടുക്കും. പിന്നെ ഇത് വേറെ ഉണ്ടോ? വേറെ ഇനിയിപ്പോ ഒന്നുമില്ല. ഇത് എല്ലാം കൂടിയതാണ്. ഗോതമ്പ് മാത്രല്ല, അരിയും തവിടും എല്ലാം കൂടി മിക്സ് ആണ്. ഇതിപ്പോ നേരത്തെ മുതൽ നമ്മൾ കൊടുക്കണാണോ? അതെ അതെ, ഇത് കൊടുക്കാറുണ്ട് ഒരു പാത്രം. ഇത് 3 പാത്രം ഇടുമ്പോ ഇത് ഒരു പാത്രം. അപ്പൊ കുട്ടികൾക്ക് സെപ്പറേറ്റ് തീറ്റയാണ് ഇവിടെ? അതുണ്ട്. അത് വേറൊരു തീറ്റയുണ്ട് ഇവിടെ. എവിടെ? പുഷ്ടിമ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അത് നമ്മള് അവർക്ക് ഒരു 3/4 പാത്രം 1/2 പാത്രം ഒക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ നിർത്തുമ്പോ നമുക്ക് തീറ്റ ചെലവ് കൂടുതലല്ലേ? അതെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഒന്ന് മാനേജ് ചെയ്യുന്നത്? പക്ഷെ അത് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാലേ, അതായത് ഇപ്പൊ ഒരു നല്ല ഇനം കിടാക്കളെ നോക്കി പശുക്കുട്ടികളെ നോക്കി നമ്മൾ നിർത്തണം. അതിനകത്ത് ശരിക്കും പാല് കുടിപ്പിക്കണം അതിനെ, ഒന്നാമത്. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പലപ്പിയായിട്ടാണ് ഈ തീറ്റ നമുക്ക് ഇത് വലുതായി വന്നത്. വലുതായി വന്ന് 2 വർഷം കൊണ്ടാണ് ഇവരെ ചവിട്ടിക്കാനോ അല്ലെങ്കിൽ കുത്തിവെക്കാനോ പറ്റുള്ളൂ. ഈ കുത്തിവെച്ച് വരുമ്പോ നമുക്കൊരു പശുവായി. അപ്പൊ അതൊരു നമ്മൾ അറിയാണ്ട് വന്ന ഒരു നേട്ടമാണ്. അത് പുറത്തുനിന്ന് പശുക്കളെ വേറെ വലുത് വാങ്ങണ്ട, ഒറ്റയടിക്ക് പൈസ എടുക്കണ്ട. അത് തന്നെ. അതായത് നമ്മള് ഒരു പശു മേടിക്കാൻ ചെല്ലണെങ്കിൽ ഇപ്പൊ ചുരുങ്ങിയത് ഒരു 60,000, അത് 80 1 രൂപയുടെ അടുത്ത് വരും. ക്രോസ് ബ്രീഡ് എല്ലാം ഇത്തിരി കൂടി വരും. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു കിടാവ് വലുതായി വരുമ്പോ എന്തായാലും നമുക്ക് പെറ്റു വരുമ്പോ ഒരു 60,000 രൂപ വില അതിന് വരൂലേ. ഇത് നമ്മള് ഇങ്ങനെ കുറച്ച് എടുത്തു വെച്ചാൽ 60 നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അതൊരു കിടാവായിട്ട് വലുതായി വരുമ്പോ നമുക്ക് ഒരു 60,000 രൂപ അടുത്ത് നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടാവണ പശു നല്ല ഇനം നോക്കി പാല് 10 ലിറ്ററെങ്കിലും ഉണ്ടാവണ ഒരു കിടാവിനെ വളർത്തിയെടുത്ത ലാഭനഷ്ടം നോക്കിയാൽ വളർത്താൻ പറ്റൂല. ഇതിപ്പോ നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. അങ്ങനെ നോക്കണം, ഒരു പശു ആക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യം. അതാണ്. ഇപ്പൊ ചേട്ടന്റെ തൊഴുത്തില് എന്താ ക്രോസ് ബ്രീഡ് പശുക്കളാണ്. അപ്പൊ 3 മാസം കഴിയുമ്പോ അതിന്റെ പാല് കുറഞ്ഞു വരും. അപ്പൊ തീറ്റ ഇത്തിരി കുറയ്ക്കും. ഒരുപാടല്ല, ഒരു 1/2 കിലോ വെച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് 2 പേരും കൂടി 1 കിലോ കിട്ടിയില്ലേ നമുക്ക്. ചേട്ടാ ഇപ്പൊ പശുക്കളെ കുളിപ്പിക്കുന്ന സമയല്ലേ? അതെ അതെ. ഓക്കെ, ഇവിടെ ഇപ്പൊ എത്ര പശുക്കളുണ്ടെന്നേ? ഇവിടെ ഇപ്പൊ ഒരു 4 എണ്ണം ഉണ്ട്. നേരത്തെ മുതൽ ഇങ്ങനെയാണോ? 4 പശുക്കളായിരുന്നു. 4 പശുക്കൾ 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇതുപോലെ ചെന പിടിക്കാണ്ട് വന്നിട്ട് കൊടുത്താണ് നമ്മള്. അതെല്ലേ. അതുപോലെ എത്ര വർഷമായിട്ട് പശു വളർത്തൽ തുടങ്ങിയത്? പശു ഇപ്പൊ ഒരു 10-15 വർഷമായിട്ടുണ്ട്. ഈ 15 വർഷത്തിൽ എനിക്ക് 4 പശുക്കളാണ് വളർത്തിയുള്ളൂ. അല്ല, ആദ്യം 2 എണ്ണം ഉണ്ടായുള്ളൂ. പിന്നെ അത് 3 ആയി, പിന്നെ 4 ആയി, 5 വരെയും വന്നു. പിന്നെ അത് കുറച്ചതല്ലേ? അതെ. പിന്നെ ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ നമ്മള് പുതിയത് മേടിച്ചില്ല. പുതിയത് മേടിക്കുമ്പോ നമുക്ക് ഒരു ഇണക്കത്തിന് കിട്ടണില്ല. അവര് പറയണ പാലുണ്ടാവൂല.
അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതിപ്പോ 10 ലിറ്റർ പാലെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിയുമ്പോ ഒരു 7 ലിറ്റർ പാല് അല്ലെങ്കിൽ 8 ലിറ്റർ പാല് കിട്ടുള്ളൂ. 10 ലിറ്ററിന്റെ കാശ് നമ്മൾ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് ഇണങ്ങി കിട്ടൂല പശുക്കളെ. ഒരു ഇണക്കത്തെ പശുവിനെ നമ്മുടെ തൊഴുത്തിലുണ്ടെങ്കിൽ അത് വന്ന് കുറച്ച് ദിവസം പിടിക്കും അത് ആയിയൊക്കെ വരാൻ. അപ്പൊ ഇവിടെ ചേട്ടൻ നേരത്തെ മുതൽ ക്രോസ് ബ്രീഡ് പശുക്കളെയാണ് സെലക്ട് ചെയ്തത്? അല്ല, ഇതിനകത്ത് ഇപ്പൊ 2 HF ഉണ്ട്, പിന്നെ 2 ജേഴ്സി ഉണ്ട്, മിക്സ് ആണ്. അതായത് ജേഴ്സിയുടെ പാല് നന്നായിരിക്കും, HFന്റെ അതേസമയം പാല് കൊഴുപ്പുണ്ടാവില്ല, ക്വാളിറ്റിയിൽ കുറവായിരിക്കും, പക്ഷെ പാല് കൂടുതലുണ്ടായിരിക്കും, പാല് കൂടുതൽ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കാര്യം. ഇവിടെ ഇപ്പൊ എത്ര കന്നിക്കറവ പശുക്കളുണ്ടെന്ന്? ആദ്യമായിട്ട് പ്രസവിച്ചത് ഇപ്പൊ ഒരെണ്ണം ഉള്ളൂ. അതിപ്പോ ഒരു 1.5 വർഷമായിട്ട് അതിൽ ചന പിടിച്ചാലുള്ള ഒരു പേരെ പറ്റിട്ടുള്ളൂ. അതെയോ? യെസ്, ഇവളിപ്പോ 2-3 പേരായി. ഇവള് 3 പേരായി. അവള് 2 പേര് പ്രസവിച്ചിട്ട് ഇപ്പൊ ചനയുണ്ട്. അപ്പൊ ഇവിടെ കുട്ടികളെ വളർത്തിയെടുക്കുവാണോ? കുട്ടികള് 2 പേരുണ്ട്. അത് കറവ പശു ആയതാണോ? അല്ല, ഏത് ഇത് ഇവിടെ നിന്നുണ്ടായതാണ്. ഇവളിവിടെ ഇത് നിന്നുണ്ടായതാണ്. ഇവര് 2 പേരും ഇവിടത്തെ പശു കിടാവായിട്ട് വന്ന പശു ആയതാ. ഇതിനെ മേടിച്ചതാണ്, അതിനെ മേടിച്ചതാണ്. അപ്പൊ ഇവിടെ നിന്നുണ്ടായ പശുവിന് എത്ര ലിറ്റർ പാൽ ഉൽപാദനം ഉണ്ട്? ഇവക്ക് 10 ലിറ്റർ കിട്ടിയായിരുന്നു. ഇപ്പൊ പ്രസവിച്ചിട്ട് 6 മാസമായി. 6.5 ലിറ്ററിന്റെ അടുത്തായി കാലത്ത്. അപ്പൊ ഈ 4 പശുക്കളുടെ ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റുമോ? ജീവിച്ച് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കണം. ഞങ്ങള് 2 പേരും കൂടിയാ പണിയെടുക്കണം. അതായത് എനിക്ക് വണ്ടിയുണ്ട്, അപ്പൊ ഞാൻ ഇടയ്ക്ക് വണ്ടിയായിട്ട് പോകും. അപ്പൊ ഭാര്യയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് പോണത് വണ്ടിയുടെ ഓട്ടത്തിലും കുറച്ച് പൈസ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ. അപ്പൊ ചേട്ടി ഇങ്ങനെ അങ്ങോട്ട് പോകാം. മാസം അവസാനം വരുമ്പോ ഈ പറയുന്നോണം കാശ് ഉണ്ടാവൂല കയ്യില്. എന്തായാലും നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ നടക്കും അല്ലേ? അതെ, തട്ടിമുട്ടി അങ്ങോട്ട് പോവാന്ന് മാത്രം, നീതി ഒന്നും ഉണ്ടാവൂല. എന്നാലും ആരുടെ കൈ നീട്ടണ്ടല്ലോ. അത് വേണ്ട, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പൊ ഈ 4 പശുക്കളിൽ എത്രണ്ണത്തിന് കറക്കണുണ്ടെന്നേ? ഇത് 4 പേരെയും കറക്കണതാണ്. അപ്പൊ ചെനയിലാന്നൊക്കെ പറഞ്ഞു. അല്ല, അവളെ കറവ് നിർത്താറായിട്ടുള്ളൂ, 1 മാസം കൂടിയും കറക്കും. അപ്പൊ ഈ നിങ്ങളുടെ കറവ് പറ്റിക്കുമ്പോ എന്ത് ചെയ്യും? പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുന്നുണ്ടോ? അല്ല, അപ്പോഴും നമ്മൾ തീറ്റ കൊടുക്കണം. അതായത് 2 മാസം തീറ്റ കൊടുക്കണം. അതായത് 7 തികയുമ്പോ നിർത്തും അത്. അപ്പൊ 8, 9, പിന്നെ 9 കഴിഞ്ഞ് 10 ദിവസം കൂടി വേണം പ്രസവിക്കണെങ്കിൽ. അപ്പൊ ഇപ്പൊ 60-70 ദിവസം നമ്മൾ കയ്യിൽ നിന്ന് തീറ്റ കൊടുക്കണം അവർക്ക്. അതുവരെ ഇപ്പൊ കുറച്ച് പാലേ കിട്ടുള്ളൂ അതിന്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഇവർക്ക് 2 പേർക്ക് കൂടുതലുണ്ടെങ്കിൽ അതിന്റെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇതിന്റെ പാലിന് വിറ്റ പൈസ കൊണ്ട് അതിന് തീറ്റ കൊടുക്കും. അപ്പൊ ഇത് പ്രസവിക്കുമ്പോ അടുത്ത ചെനയാവും, അങ്ങനെയാണോ? അല്ല, ഇപ്പൊ അവള് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കെങ്കിലും ചെന പിടിക്കും. അപ്പൊ പാല് കുറയൂല. അപ്പൊ അവക്കടെ പാല് കൂടുതൽ കയറി വരൂല. ആദ്യം പറഞ്ഞ പോലെ റൊട്ടേഷൻ അല്ലേ? ഇവിടെ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അസുഖങ്ങൾ കുറവായിരിക്കും, അതായിരിക്കും ഇതുങ്ങളെ തെരഞ്ഞെടുത്തല്ലേ? അസുഖങ്ങൾ ഇപ്പൊ ഒരു 6 മാസമായിട്ട് വലിയ അസുഖം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ചെന പിടിക്കായിക മാത്രം വന്ന. അതായത് ഇപ്പൊ ഇവർക്ക് ഒരെണ്ണം ചെന പിടിച്ച് കിട്ടി. അതേസമയം ഇവരിപ്പോ ഒരു വർഷം കഴിഞ്ഞു അവളെ കറവ തുടങ്ങിയിട്ട്. അത് നമ്മൾ ഇൻഷുറൻസ് ചെയ്ത പശുവാണ്. ഇൻഷൂർ ചെയ്തിട്ട് ഇപ്പൊ അവര് ഇൻഷൂർ തന്നില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താന്ന് ഓരോ കാരണങ്ങള് പിടിക്കാണ് അവര്. ഇൻഷൂർ നമ്മൾ ചെയ്യണുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് ഇപ്പൊ. അത് ഇൻഷുറൻസ് കമ്പനി ശരിക്കും നമ്മളെ പറ്റിക്കാണ്. ചെന പിടിക്കാതിരിക്കുമ്പോ അതിന് ഇൻഷുറൻസ് ഉണ്ടോ? അതിന് അവര് ശരിക്കും തരേണ്ടതാണ്. അതിന്റെ ഒരു തടിവില കഴിച്ച് ബാക്കി തരേണ്ടതാണ് അവര്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. പക്ഷെ അവര് എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് തരൂല. അത് തന്നെ അതിന്റെ ഇത്. അപ്പൊ നമ്മള് പിന്നെ കേസിന് പോണം. അപ്പൊ കേസിന് പോകുമ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ അതും നമുക്ക് ചെലവ് വരാല്ലേ. അത് ഈ പറയും പോലെ ആരെങ്കിലും അത് മുൻകൈ എടുത്ത് ഇങ്ങനെ ആരെങ്കിലും കേസിന് പോയി വല്ല വിധി വന്നെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതെ. പിന്നെ ഈ അസുഖം എന്ന് പറഞ്ഞാൽ അകിട് വീക്കം എപ്പോ വേണമെങ്കിലും വരാം. അത് നമ്മുടെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ 2 പേരും മാറിയൊക്കെ ഇങ്ങനെ ഇപ്പൊ കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കാലത്ത് കുളിപ്പിക്കും. കാലത്ത് കുളിപ്പിച്ച് 2-3 എണ്ണത്തിനെ പറമ്പിൽ കെട്ടും. അപ്പോഴും തൊഴുത്ത് കഴുകി വൃത്തിയാക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കല്ലേ ഇവരെ കൊണ്ടുവരുള്ളൂ. അപ്പൊ ഇവന്മാരെ ഒന്ന് നനയ്ക്കും. ഇനി വൈകിട്ട് ഒന്ന് വൃത്തിയാക്കും. അങ്ങനെ നമ്മള് തൊഴുത്ത് എപ്പോഴും വൃത്തിയായിട്ട് ഇരുന്ന കുറച്ച് അസുഖങ്ങൾ കുറയും. എത്രത്തോളം പാലുൽപാദനം ഉണ്ട് മൊത്തം? കാലത്ത് ഒരു 25 ലിറ്റർ കിട്ടുന്നുണ്ട്, വൈകിട്ട് ഒരു 15. അപ്പൊ എങ്ങനെ നമ്മൾ വീടുകളിലാണോ കൊടുക്കുന്നത്? അത് കുറെ വീടുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ കൊണ്ട് കൊടുക്കും? 2 വീലർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീടുകളിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കും. നമുക്ക് ഈ ഏരിയയിൽ കുറെ സ്ഥലത്ത് പോകണം, ഏതാണ്ട് 1 മണിക്കൂർ പിടിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ ഈ അറ്റത്തണെങ്കിൽ ഒരാൾ 1 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. നമുക്ക് അങ്ങനെ അടുപ്പിച്ച് കിട്ടൂല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചോദിക്കണവർക്ക് കൊടുക്കും.
അപ്പൊ ഇത്തിരി അകന്നു പോകും. അതെ അല്ലേ, അങ്ങനെയാണ് അത് തന്നെ. അപ്പൊ നമ്മള് കുപ്പിയിലാണ് കൊടുക്കുന്നത്? ഇപ്പൊ കുപ്പിയിലാണ്. അതെയാ, അതിന്റെ അകത്ത് പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ അത് അടിക്കണം, മേടിക്കണം, ഒട്ടിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ കുപ്പിയാവുമ്പോ നമുക്ക് കഴുകണം. അത് വൈഫ് കഴുകും അധികം. ചേച്ചിയാണ് അത്. കഴുകല് നല്ല പണിയാണ്. നമ്മള് വൃത്തിയായിട്ട് കുപ്പി കഴുകിയില്ലെങ്കിൽ നമ്മുടെ പാല് ചീത്തയാവും. അപ്പൊ അവര് പശു പാല് മോശമാണെന്ന് പറയും. അപ്പൊ വൃത്തിയായിട്ട് നമ്മള് കഴുകണം. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ചെയ്യാല്ലേ? കസ്റ്റമർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അവര് വെറുതെ ഒന്ന് കുലുക്കി വെക്കും, ബാക്കി പോരായിക നമ്മള് കഴുകേണ്ടി വരും. അതാണ് അതിന്റെ ഇത്. അവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം മെനയായിട്ട് കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ ഒരു ഇത് കിട്ടും. പക്ഷെ 15 വർഷമായില്ലേ പശു വളർത്തുന്നുണ്ട്? നേരത്തെ മുതൽ കുപ്പിയിലാണ് കൊടുത്തോണ്ടിരുന്നത്? അതെ അതെ അതെ. ഇവിടെ വന്ന് മേടിക്കണവര് കുറവാണ്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ വന്ന് മേടിക്കണവരെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വന്ന നേരം നോക്കിയൊക്കെ നമ്മൾ ഇരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മള് കാലത്തെ പണി കഴിയും എല്ലാവർക്കും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് പുറത്ത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റണം? ഇപ്പൊ പുറത്ത് ഇപ്പൊ നമ്മൾ 65 രൂപ കൊടുക്കണം. നേരത്തെ മുതൽ അങ്ങനെയായിരുന്നു? അതോ അല്ല, ഇപ്പൊ കുറച്ച് നാളായിട്ട് 6 മാസമായിട്ട് ഇപ്പൊ കൂട്ടിയ പിന്നെ സൊസൈറ്റിയിൽ പൈസ കൂട്ടിയ പിന്നെ അല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് 65 രൂപ. നേരത്തെ എത്ര രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത്? 60 രൂപയ്ക്ക്. 60 രൂപയ്ക്ക്. ഓക്കെ. നമ്മുടെ വണ്ടിക്കൂലിയൊക്കെ ലാഭിക്കണ്ടേ? അതെ, വണ്ടിക്കൂലി പെട്രോൾ കാശ് ഇപ്പൊ പെട്രോളൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പെട്രോളും ഗ്യാസും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇപ്പൊ സൊസൈറ്റി വരെ 65 ആക്കി. ഞങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ ചില്ലറ വെക്കണ 65 രൂപ. പക്ഷെ മിൽമ തന്നത് ഒരു 42 രൂപ 41 രൂപ 1 ലിറ്റർ പാലിന് തന്നെ. അപ്പൊ കർഷകൻ എങ്ങനെ മുന്നോട്ട് പോകും? 42 രൂപ കിട്ടുന്നുള്ള ചേട്ടന് ഇപ്പൊ അവര് നല്ല പാല് റീഡിങ്ങും ടെസ്റ്റും നോക്കും. ഇത് രണ്ടും കൂടി ഒത്താലാണെങ്കിൽ നമുക്ക് ഒരു 46 കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു 42 രൂപ 41 രൂപ നമുക്ക് വില കിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടാ ഈ സൊസൈറ്റി തന്നെ കൊടുക്കുന്നത്? അത് കുറച്ച് പുറത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സൊസൈറ്റി അല്ല, അങ്ങനെ കൊടുത്താലേ ഒരു കർഷകന് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി. സബ്സിഡി ഒക്കെ കിട്ടണമെങ്കിൽ സൊസൈറ്റി വേണം. അപ്പൊ സൊസൈറ്റിയും വേണം, നമുക്ക് പുറത്തും കൊടുക്കേണ്ടി വരും. അതായത് സൊസൈറ്റി മാത്രം കൊടുത്തും കൊണ്ട് നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല. അതിന്റെ കാരണം അവര് തന്നെ പാലിന്റെ കാശിന് നമുക്ക് തീറ്റയ്ക്ക് മേടിക്കാൻ തയ്യില്ല. ആ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് പുറത്ത് കൊടുത്തോണ്ട് നമ്മൾ പിടിച്ചു നിൽക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ? അതെ അതെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സൊസൈറ്റി കൊടുത്താൽ നമ്മുടെ 1 ലിറ്ററിന് എന്തായാലും 20 രൂപ വെച്ച് പോകും. അത് അവര് നമുക്ക് തരൂല. ഒന്നല്ലെങ്കിൽ റീഡിംഗ് ഇല്ലാന്ന് പറയും, അല്ലെങ്കിൽ ടെസ്റ്റ് ഇല്ലാന്ന് പറയും. ഇത് സൊസൈറ്റിയിലെ ഡയറി ഉള്ള അതൊക്കെ മിൽമ തന്നെ ചെയ്തു വെക്കണ അവരുടെ ഇതാണത്. കർഷകർക്ക് സപ്പോർട്ടായിട്ട് ഇനി വരട്ടെ. അതെ, അതിപ്പോ ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ വില കൂട്ടുമെന്നൊക്കെ പറയണ്. എങ്ങനെ കൂട്ടിയാലും കർഷകന് മിൽമ തരൂല. അവരിപ്പോ 5 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 1 രൂപയുടെ അടുത്ത് കർഷകന് വരുള്ളൂ. തീറ്റയ്ക്ക് വില കുറയ്ക്കട്ടെ അല്ലേ? തീറ്റയ്ക്ക് വില കുറയ്ക്കലാണ് ഇതിൽ ഏറ്റവും നല്ലത്. കർഷകന് എന്തെങ്കിലും സബ്സിഡി വഴിയായിട്ട് തീറ്റകൾ കൊടുക്കാം. അതാണ് ഏറ്റവും ഒരു അനുയോജ്യമായ ഒരു ഘടകം. അപ്പൊ കർഷകന് കുറെ മെച്ചങ്ങൾ കിട്ടും. ഇത് പാലിന് അവർ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കൂടുതൽ തരുള്ളൂ. ഇപ്പൊ 4 രൂപ അല്ലെങ്കിൽ 5 രൂപ കൂട്ടിയാലും കർഷകന് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ കൂടുതൽ അവർ തരും. ഒരു പശുവിന് 3 മാസം കറവ കിട്ടുള്ളൂ. ഈ 10 ലിറ്റർ ആയാലും 15 ലിറ്റർ ആയാലും അതിന് 3 മാസം കറവ ശരിക്കും കിട്ടുള്ളൂ. ഈ 3 മാസം കഴിയുമ്പോൾ അത് ചില പശുക്കൾക്ക് 1 മാസം കഴിയുമ്പോഴത്തേക്കും 1 ലിറ്റർ വെച്ച് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് 3 മാസം കഴിയുമ്പോൾ എത്ര ലിറ്റർ ഉണ്ടാവും? അപ്പൊ ഒരു 3 മാസം നമ്മൾ ഇപ്പൊ 10 കിട്ടണ പശുവിന് എന്തായാലും 3 മാസം ആകുമ്പോഴത്തേക്ക് അത് 8, 9, 7ലേക്ക് എത്തും. അതാ കിട്ടുള്ളൂ. പിന്നെ ചില പശുക്കളെ നമുക്ക് ഒത്ത് കിട്ടിയാൽ മാത്രം അത് നീണ്ട കറവ കിട്ടണം എന്ന് പറയാം. ചേണ്ടി ഇപ്പൊ 10 കിട്ടണതായാലും ഒരു 7, 8, ഒരു 6 മാസം കിട്ടിക്കൊണ്ടിരിക്കും. അതെ, അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ തൊഴുത്തിൽ നിർത്തി കൊണ്ടു കിടക്കണം. അങ്ങനെ കിട്ടൂല്ലോ എല്ലാനും. അപ്പൊ ചേട്ടാ, ഈ ഒരു പശുവിന് എത്ര ലിറ്റർ പാലുണ്ട്? ഏതാ ഈ ജേഴ്സി? ഇതാ. ഇതിപ്പോ ഇനി നമ്മള് കറവ നിർത്താറായില്ലേ? ഇപ്പൊ ഒരു ഉച്ചക്ക് ഒരു 2:30 ഉള്ളൂ. കാലത്ത് ഒരു 4ന്റെ അടുത്ത് കിട്ടും അല്ലെ? 4 കിട്ടൂലേ? അപ്പൊ ഇനി നമ്മൾ കറവ നിർത്തണം. ഇതിന്റെ തീറ്റ കുറച്ച് കൊണ്ടുവന്ന് കറവ നിർത്തണം. അപ്പൊ ഞങ്ങള് 7 വരെയും കറക്കും. അപ്പൊ അതുവരെ ഒരു കാല് പൊക്കി തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വഴിക്ക് പോകാൻ നമുക്ക് പോകണമെങ്കിലും ഓടി ഇവിടെ വരണം. ഇപ്പൊ കാലത്ത് കൊണ്ടുവന്ന് പാടത്ത് കെട്ടണമെങ്കിലും വെയിൽ വരുമ്പോ നമ്മൾ അതിനെ തണലത്തേക്ക് കെട്ടണം. പിന്നെ അത് ഉച്ചയ്ക്ക് 2 മണിക്ക് മുന്നേ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടാണ്. തൊഴുത്തി കെട്ടി ഫാൻ ഇട്ട് കൊടുക്കാണ്. അത് നമ്മള് ചെന പിടിക്കണ അനുസരിച്ചാണ്. ചെന പിടിച്ചെന്ന് ഓർത്ത് ഇപ്പൊ ഇവിടെ മുന്നൊരു പശു ഉണ്ടായി. അത് ഒരു 6-7 പ്രസവം ഇവിടെ നിന്ന് പ്രസവിച്ചതാ. നല്ല അത് എന്നാലും ഒരു ആരോഗ്യ കുറവുണ്ടായില്ലായിരുന്നു. അപ്പൊ നമുക്ക് ചെന പിടിക്കണ അനുസരിച്ചാണ് അതിന്റെ. ഇപ്പൊ നമുക്ക് ചെന പിടിക്കാണ്ട് വന്ന ഇത് അധികം നാള് കൊണ്ടു കിടക്കാൻ പറ്റില്ല. അതിന്റെ കാരണം പാല് കുറഞ്ഞ് 2.5-3 ലിറ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റൂല. തീറ്റ കൊണ്ട് മുതലാവൂല. തീറ്റ കൊടുത്തില്ലെങ്കിൽ ഇവര് ക്ഷീണിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് നിർത്താനായിട്ട് കാൽസ്യം കൊടുക്കുമായിരിക്കും. കാൽസ്യം കൊടുക്കണ്ട്. അത് ഞാൻ അതിന്റെ ഇടയ്ക്ക് മറന്നു. കാൽസ്യം ഡെയിലി കൊടുക്കണം.
ഒരു 50 മില്ലിയെങ്കിൽ 50 ഇത് കൊടുക്കണം. ഇതിന്റെ അകത്ത് ഒഴിച്ചു അല്ലേ? 50 ഗ്രാം. അതെ അതെ. ഇപ്പൊ കാലത്താ കൊടുക്കണേ. അത് കാരണം കൊണ്ട് പിന്നെ വൈകിട്ട് ഇടാ ഞാൻ. കാലത്ത് നേരെ കൊടുക്കണം എല്ലാവരും. പിന്നെ സോഡാപ്പൊടി വേനക്ക് ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഇവരുടെ പദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പറഞ്ഞപ്പോ ഇപ്പൊ ഈ ചൂടത്ത് ഈ പശുക്കളെ ചൂട് പ്രതിരോധിക്കാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്യുന്നത് ശരിക്കും? നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറമ്പിൽ കെട്ടുമ്പോ അതിനെ തണലത്തേക്ക് കെട്ടും. അപ്പൊ 2 മണിയായിട്ട് ഇവിടെ കറക്കണതിന് മുന്നേ അങ്ങോട്ട് കൊണ്ടുവന്നെ. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ തൊഴുത്തില് ഫാൻ ഇട്ട് കൊടുത്ത് വരുമ്പോ തന്നെ വെള്ളം കൊടുക്കും. പിന്നെ ഒന്ന് കറക്കാൻ നേരത്തെ ഒന്ന് വെള്ളം അടിച്ച് അങ്ങനെ കറക്കും. പിന്നെ അത്യാവശ്യം ഇവിടെ കാറ്റൊക്കെ കയറുന്നുണ്ടല്ലേ? കാറ്റൊക്കെ കിട്ടണുണ്ട്. എന്നാലും ചൂടാണ്. ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് നല്ല ചൂട് കിട്ടണ്ടവര്. അപ്പൊ രാവിലെ ഒരു പുറത്തേക്ക് വിടുന്നുണ്ടല്ലേ? രാവിലെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കാലിനൊക്കെ നല്ല ബലം ഉണ്ടാവും. കുഴപ്പമില്ല. ഇതിന് ഇത്തിരി പ്രശ്നം ഉണ്ടായി ഇപ്പൊ. അതിങ്ങനെ ആ ചൂട് കൂടിയിട്ട്. ശരി, ഇത് തമിഴ്നാട്ടിലുള്ള പശുക്കളാന്ന് പറഞ്ഞു. അവരിങ്ങനെ കാലിട്ട് അനക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതിപ്പോ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഗുളിക കൊടുക്കണ്ട്. എന്നാലും ഇവർക്ക് നല്ല പാലുൽപാദനം കിട്ടും. ചേട്ടാ, ഇത് ഇവിടെ ഉണ്ടായതാണെന്ന് ഇത് ഇവിടെ ഉണ്ടായ പശു. ഗീർ ക്രോസ് ആണ് തോന്നുന്നത്. അതെ, ഗീർന്ന് പറഞ്ഞൊരു പശു ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവൾക്ക് ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ അതിനെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പൊ അവക്കടെ കൂട്ട് ഇങ്ങനെ വളർത്തി, ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതുപോലെ വളർത്തി കൊണ്ടുവന്ന് അങ്ങനെ ഭയങ്കര സ്നേഹമാണ് ഇതിന്. നമ്മളിങ്ങനെ മുട്ടിയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല സ്നേഹത്തിൽ വളർത്തിയ പശു. നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഗീർ അങ്ങനെയല്ലായിരുന്നു. അവള് കാല് പൊക്കലും ഇങ്ങനെ. പക്ഷെ പാല് നല്ലതാണ് അവര്. അപ്പൊ അവള് ഇത്തിരി ആ ഗീറിന്റെ ഒരു ഇത്തിരി ഇതുണ്ട് എന്ന് ഓർത്ത് വേറെ ശല്യമൊന്നുമില്ല. ഇവിടെ ഉള്ള മൊത്തം മിക്കതും ഒക്കെ കറുത്ത പശുക്കളാലോ. ഇത് കറുത്താണ്, ഇതിന് കറുപ്പ് കൂടുതലാണ്, ഇതിന് കറുപ്പ് കൂടുതലാണ്. ഇത് പിന്നെ ജേഴ്സി. എന്താ ചേട്ടാ അങ്ങനെ സെലക്ട് ചെയ്തേക്കണേ? അങ്ങനെ പ്രത്യേകിച്ച് സെലക്ട് ചെയ്തതല്ല. ഇതിപ്പോ നമ്മുടെ ഇവിടെ ഉണ്ടായതല്ലേ, ഇത് ഉണ്ടായതല്ലേ. അത് മേടിക്കാൻ ചെല്ലുമ്പോ നമ്മള് ഒരുവിധം നല്ല പാലുള്ളത് നോക്കി മേടിച്ചു. ഇഷ്ടപ്പെട്ടു. മറ്റത് മേടിക്കാൻ സമയത്ത് കയ്യില് കാശ് ഇത്തിരി കുറവായിരുന്നു. അപ്പൊ അവര് 80,000 രൂപ പറഞ്ഞ നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. അപ്പൊ ഒരു 65 രൂപയ്ക്ക് അതിനെ മേടിച്ചു. അപ്പൊ അവര് 8 ലിറ്റർ കിട്ടൂന്ന് പറഞ്ഞപ്പോ നമ്മള് അങ്ങനെ അങ്ങോട്ട് അത് മേടിച്ചതാണ്. അത് അപ്പൊ പൈസയുടെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ പശു നോക്കി മേടിച്ചതാണ്. പശുവിനെ മേടിക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല. അപ്പൊ ഇപ്പൊ വളയോ മാലയോ എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെക്കും. അപ്പൊ നമുക്ക് പിടിയുന്ന കാര്യം നടക്കൂലോ. അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കണത്. നമ്മുടെ കയ്യിൽ എങ്ങനത്തെ ഒരു ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞ മാസാവസാനം വരുമ്പോ കയ്യിലൊന്നും ഉണ്ടാവൂല. അപ്പൊ എന്തെങ്കിലും ഒരു പണയം വെച്ച് അതിനിങ്ങോട്ട് മേടിക്കും. പിന്നെ അത് കുറവച്ചൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ എങ്ങനെ ഇപ്പൊ ഇല്ല അവര് പറഞ്ഞിട്ട് പെൻഷനൊക്കെ കിട്ടാണ്ട് അതിൽ നിന്നൊക്കെ 5-6 മാസം ആകുമ്പോ അതിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ പഞ്ചായത്തിന്റെ പിന്നെ ഡോക്ടറിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അത് നമ്മള് എന്നെ സംബന്ധിച്ചപ്പോ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടറുടെ ആയാലും പഞ്ചായത്തിലായാലും നമ്മുടെ മെമ്പർ നമുക്ക് പശുവിനെ മേടിക്കാനും അതിനൊക്കെ നല്ല സഹായം ചെയ്തു തന്നു. കുഴപ്പമൊന്നുമില്ല. വളരെ കുറച്ച് സ്ഥലത്താണ് ഇവര് 4 പശുക്കളെ വളർത്തുന്നത്. ഈ 4 പശുക്കൾ ഉള്ളതുകൊണ്ട് ഇവര് ജീവിച്ചു പോകുന്നതാണ് പറയുന്നത് അല്ലേ? അതെ, ഏതാണ്ട് നമ്മുടെ ഈ ചാണകമൊക്കെ എന്ത് ചെയ്യുന്നത്? അപ്പൊ ചാണം നമ്മൾ വേനക്ക് ഉണക്കി നമ്മൾ ചാക്കിലാക്കി അവിടെ ചാക്കിരിപ്പുണ്ട്. അങ്ങനെ വീടുകളിൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. അതെങ്ങനെയാ? നമ്മൾ ചാക്കിനാണോ അത് പാക്കറ്റിനാണോ? ഒരു കേസ് ഫുള്ളായിട്ട് നിറച്ച് ഇവിടെ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? അത് ഇപ്പൊ ചാക്കിന് 250. ഞാൻ 300 രൂപ ആയാലും വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഇതിപ്പോ ഇവിടെ വന്നു കൊടുക്കുന്നതിനൊക്കെ ആയിരിക്കും 250. അല്ല, അതിപ്പോ എല്ലാവരുടെയും കയ്യിൽ 300 രൂപ മേടിക്കും. അതെ, അതായത് നമ്മള് ചാക്ക് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ നിറ കൊടുക്കും. അതപ്പോ പരമാവധി ആളുകൾ വീടുകളിൽ എത്തിച്ചും കൊടുക്കും. അപ്പൊ ഇതിനൊക്കെ എപ്പോഴും സമയം കണ്ടെത്തുന്നത്? സമയം നമ്മള് വേനക്ക് മാത്രം ചാണം ഉണക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് സമയം കണ്ടെത്തണം. ഇപ്പൊ 9 മണി വരെ ഞങ്ങൾക്ക് ഫുൾ പണിയാണ്. ആ ടൈമില് ബാലൻസ് വന്ന ടൈമിലാണ് ഇപ്പൊ ഇവിടെ വെയിൽ വരും. ഈ ടൈലില് അപ്പൊ ചാണകത്തിൽ മണ്ണ് വന്ന് എന്നുള്ള പരാതികളില്ല. നല്ല ചാണകം കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കുന്നത് നമ്മള് നഴ്സറിക്കാർക്കാണോ കർഷകർക്കാണോ? അത് കർഷകർ ജാതിക്കിടാണ് അധികം പോണേ. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? മഴക്കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ മൂടിയിട്ട് കർപ്പായൊക്കെ ഇട്ട് ഇവിടെ റിങ് ഉണ്ട്. അങ്ങനെ നമ്മള് അതായത് വെള്ളം വീഴാണ്ട് അങ്ങനെ നനയാണ്ട് കെട്ടി സൂക്ഷിക്കും. അപ്പൊ നിങ്ങളുടെ മൂത്രമൊക്കെ എന്ത് ചെയ്യും? മൂത്രം നമ്മൾ ഇപ്പൊ ആവശ്യക്കാർ അവിടെ ഒരു ക്യാൻ അത് അവര് ഒരു ക്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാപ്പി കാശ് പോലെ എന്തെങ്കിലും തരും. അത് നമ്മളിപ്പോ അവർക്ക് കൊടുത്ത അവര് 100 രൂപ കാശ് തരും. അത് പക്ഷെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അത് അത് നമ്മുടെ സ്വന്തം കൃഷി ചെയ്യണത്. അത് നമ്മള് ഇവര് മൂത്രം നമ്മൾ കറക്കാൻ നിൽക്കൂല. അപ്പൊ ഞങ്ങള് ബക്കറ്റ് വെച്ച് പിടിക്കും. ഇവിടെ ചാണകം മറ്റേ ഹിന്ദുക്കളൊക്കെ കർമ്മത്തിനും അതിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ചാണകനും
മൂത്രമൊക്കെ എല്ലാം എടുത്തു കൊടുക്കും. നമ്മളൊന്നും മേടിക്കാറില്ല. അതെ പാലിന് മാത്രം പൈസ പൈസ വാങ്ങിക്കും. നമ്മുടെ തൊഴിൽ അതല്ല. അതെ അതെ. അപ്പൊ ചേച്ചിയും ചേട്ടനും 15 വർഷമായി ഈ പശു വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയി ഇത്രയും വിജയകരമായി മുന്നോട്ട് കൊണ്ട് ഇതിന്റെ രഹസ്യം എന്താ? അത് ഹസ്ബൻഡിന്റെ വണ്ടിയായിരുന്നു. വണ്ടി കൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കാതെ ഇപ്പോൾ കൂടെ സപ്പോർട്ടിനായിട്ട് ഞാനൊരു പശുവിനെ വളർത്തി. അതിനെ കൊണ്ട് നടന്ന് അങ്ങനെ പ്രസവിച്ച് പിന്നെ ഞാനത് അതിൻ്റെ പുറകെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടിക്ക് ഓട്ടമൊക്കെ കുറഞ്ഞു, ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആളും എൻ്റെ കൂടെ സപ്പോർട്ടായി. അങ്ങനെ സപ്പോർട്ടായപ്പോൾ ഞങ്ങൾ 3, 4, 5 പശുക്കളെയായി. പിന്നെ അത് ബിസിനസ് പോലെയായി. പിന്നെ വീടുകളിലേക്കൊക്കെ പാല് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം കുറച്ചൊക്കെ കൊടുക്കണ്ടായുള്ളൂ, പിന്നെ വീടുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഈ ചെറിയ ചെറിയ തുട്ടുകളൊക്കെ മാറ്റി വെക്കും എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു ചില്ലറ മാറ്റി അങ്ങനെ ഈ സപ്പോർട്ടാക്കി ഞങ്ങൾ അതിനകത്തുനിന്ന് ഒരു ചെറിയ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർന്ന് അതുകൊണ്ട് എന്തെങ്കിലും കടങ്ങൾ വീട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പിന്നെ പിള്ളേരുടെ പഠനകാലങ്ങളിലൊക്കെ വണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടാറുന്നത്. ഇത് ചെറിയ 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 കാര്യങ്ങൾ സൈഡ്. അപ്പം അങ്ങനെ മക്കളുടെ പഠനം എല്ലാവരും നല്ല ഉന്നത വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുത്തു. മൂത്ത ആള് BSc നഴ്സിംഗ് പഠിച്ചു, കല്യാണം കഴിച്ചു, നല്ല നിലയിൽ കെട്ടിച്ചു. രണ്ടാമത്തത് മോനാണ്. മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് 4 വർഷത്തെ കോഴ്സ് പഠിച്ചു. ഒക്കെ ലോണാണ്. ലോണൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ കുറേശ്ശെ അടച്ചും വണ്ടി ഓടി അടച്ചും പിന്നെ ബാങ്ക് ലോണും എല്ലാനും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇളയാളും MCOM കഴിഞ്ഞു, ആള് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ആക്കടെ കല്യാണം കഴിഞ്ഞു. അവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പം വിവാഹങ്ങളും കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങൾ കഴിഞ്ഞു. വീടുണ്ടായിരുന്നില്ല, പിന്നെ ഞങ്ങൾ ലോണൊക്കെ ആയി എടുത്ത് വീട് പണിതു. അങ്ങനെ ചെറിയ കുറേ കാര്യങ്ങൾ നടന്നതിൻ്റെ കൂടെ എൻ്റെ കൂടി ഒരു സപ്പോർട്ടോടു കൂടി ഒരുമിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ഫാമിലി ഒരുമിച്ചാണ്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണ്ടെങ്കിലും മക്കൾക്കും അറിയാം, മക്കൾ ചെയ്യണത് ഞങ്ങൾക്കും അറിയാം. അപ്പോൾ അതുപോലെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു പശു ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ആവശ്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാവരുടെ മാതിരി വേഗം എടുത്തൊരുങ്ങി പോകാനൊന്നും പറ്റില്ല. എല്ലാ പണികളും കഴിച്ചു വെച്ച് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് യാത്രയായി ചെല്ലുമ്പോഴത്തേനും പരമാവധി ഒരുവിധം ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തായാലും ഞങ്ങൾ വെറുപ്പിക്കാറില്ല ആരെയും, പങ്കെടുക്കും. പിന്നെ അയൽവക്കങ്ങളാണെങ്കിലും തൊട്ടുള്ളവരാണെങ്കിലും സപ്പോർട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അവർ കുറേയൊക്കെ സപ്പോർട്ടുണ്ട്. കാരണം നമ്മൾ ഇത്ര ബുദ്ധിമുട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ എന്ത് കിട്ടിയാലും അയൽവക്കത്തുള്ളവരായാലും എല്ലാവരും ഞങ്ങൾക്ക് സഹകരിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല സപ്പോർട്ടുണ്ട് അയൽവക്കമൊക്കെ. അത് തൊട്ട് വീടുകളാണല്ലോ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ചുറ്റും വീടുകളാണ്. പക്ഷെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് കിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ അയൽവക്കങ്ങളെല്ലാം സപ്പോർട്ടാണ്. അതെല്ലാവരും അവരുടെ വീട്ടിലുള്ള ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും കളയാതെ ഞങ്ങൾക്ക് തന്നെ തന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തന്നെ ഇത് പശുവിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തരും. പുല്ലാണെങ്കിലും തരും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഈ പരിസരം മൊത്തം ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. അത് 4:30 ആകുമ്പോഴാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത്. 4:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരോട് എഴുന്നേറ്റ് വന്നിട്ട് ഒപ്പം തന്നെ ചാണകം വരും. ചാണകം വാരി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പം അടുക്കളയിലൊന്നും നോക്കൂല. അപ്പോൾ ഒരുമിച്ച് ചാണകം വാരി കുടിപ്പിച്ച് തൊഴുത്ത് കഴുകി കളഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 പേരും കറക്കാൻ തുടങ്ങും. ചേട്ടൻ പറഞ്ഞു, അതായത് ഒരാള് ചാണകം വരുമ്പോൾ അടുത്ത പശുവിനെ കുളിപ്പിക്കും. അതിനിടയ്ക്ക് തീറ്റ ഇടണം. ഒപ്പം പണികൾ തീരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് കുപ്പികളിലേക്ക് ഞാനാക്കും. പിന്നെ കുപ്പിയൊക്കെ കഴുകി സഞ്ചിയിലാക്കി ആള് വണ്ടി കൊണ്ട് സഞ്ചി പാലുകൊണ്ട് പോയി വരുമ്പോഴത്തേനും തീറ്റകളൊക്കെ വെച്ചു കൊടുത്ത് ഇവിടുത്തെ പണികളൊക്കെ കഴിച്ചു വയ്ക്കും. ചേട്ടൻ അങ്ങനെ ചെയ്യണം. 2 പേരും കൂടി രണ്ടാളെ വെച്ച് കറക്കും. അപ്പൊ അതിനിടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ ചിലപ്പോൾ ഒരാൾ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പശുക്കളെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. കാരണം ആർക്കും എപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളെ ആയിരിക്കും ഞങ്ങൾ മേടിക്കുക. അപ്പം മേടിക്കാൻ പോയാൽ ഞങ്ങൾ പറയും ഇങ്ങനെ ചവിട്ടോ കുത്തോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇണക്കമുള്ള പശുക്കളെ മാത്രം മതി. കാരണം ഞങ്ങൾക്കും പ്രായവരാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു പോകും. അപ്പോൾ ഇവിടെ 40 ലിറ്റർ പാലുൽപാദനം ഉണ്ട്. അപ്പോൾ ഈ 4 പശുക്കളുണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ? 4 പശുക്കളുണ്ട് നമുക്ക് ജീവിച്ചു പോകാമെന്ന് വെച്ചാൽ ആർഭാടല്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോവാം. അത് അത്യാവശ്യം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, നമ്മൾ കുറച്ച് വീടുകളിൽ കൊടുക്കണം, കുറച്ച് സൊസൈറ്റിയിൽ ഇളക്കണം. പിന്നെ ഈ പറയും പോലെ നമ്മൾ പുല്ലിറക്കാൻ നമ്മൾ പോകണം, പശുവിനെ നമ്മൾ ഇറക്കണം. അങ്ങനെയുള്ള എല്ലാം ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ പണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പണിക്കാരനെ നിർത്തി കഴിഞ്ഞാൽ അവന് ഒരു 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ഒരുത്തം നിൽക്കൂല. അപ്പൊ ഒരു 15 രൂപ കൊടുക്കാന്ന് കണക്ക് കൂട്ടി. ഈ 15 രൂപ അപ്പം നമുക്ക് കിട്ടണത് പോലേ.
നമുക്ക് കുറയൂലേ. അപ്പൊ അത് മാസത്തിൽ വന്നതിൽ അത് കുറവ് വന്നാൽ നമുക്കത് ബാധിക്കും. കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോഷമൊന്നും വരില്ല. അത്യാവശ്യം നമ്മൾ വായ്പ ഒന്നും ചോദിക്കേണ്ടി വരില്ല. ഒരു കാരണം അസുഖങ്ങളും അധികം വരാണ്ടിരിക്കണം. അതും ഇതിന്റെ ഒരു നമ്മുടെ കൂടെ ദൈവാനുഗ്രഹവും കൂടി വേണം. ഞാൻ പറയുന്നതാണെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വേറൊരു ജോലി അന്വേഷിച്ച് പോണേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ ഒരാൾക്കുടെ കീഴിൽ നിൽക്കണേക്കാളും അത് വലിയൊരു ഇതാണ്. ഒരാളുടെ കീഴിൽ നിന്ന് പണിയെടുക്കണേക്കാളും നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ പണിയെടുത്താണെങ്കിൽ എങ്ങനെയായാലും ജീവിച്ചു പോകും. നമ്മൾ ഭാരമായിട്ടായിരിക്കും മണം, അല്ലെങ്കിൽ എനിക്ക് പുറത്തു നടക്കാൻ പറ്റില്ല, കറങ്ങാൻ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അത്യാവശ്യം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. 15 വർഷത്തിൻ്റെ അടുക്ക് നിങ്ങൾക്ക് മറക്കാനാവാത്ത സംഭവം ഈ പശു വളർത്തലിലൂടെ ഞങ്ങൾ പിന്നെ ലോണൊക്കെ എടുത്ത് പശുവിനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കറന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആ പശു വീണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ചത്തുപോയി. ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതുപോലെ ഞങ്ങൾ വീണ്ടും വേറൊരു പശുവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു അകിടിവീക്കമാണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് താഴേക്ക് വീണ് എഴുന്നേൽക്കാതെ വന്ന് അതിനെ കച്ചവടക്കാരോട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അവരെ വലിച്ച് കൊണ്ടുപോയി. അത് ഇതിലെ വലിച്ചു കൊണ്ടുപോയപ്പോൾ വിഷമായി. ലോൺ എടുത്താണ്. പിന്നെ എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ പിടിച്ചത്? നമുക്ക് പിന്നെയും ഞങ്ങൾ തോറ്റില്ല. പിന്നെയും ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. മാറ്റി വരുന്ന അസുഖങ്ങളൊക്കെ മാറ്റി നമുക്ക് ജീവിക്കണമല്ലോ. പിള്ളേരൊക്കെ പഠിക്കുന്ന സമയം എല്ലാം കൂടി തികയണില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ മാറ്റി മറിച്ച് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പശുക്കുട്ടികളെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ തന്നെ ഇത് തുടങ്ങാൻ തന്നെ കാരണം ഞങ്ങൾ ഫാമിൽ എൻ്റെ വണ്ടിയും കൊണ്ട് ഓട്ടം ഉണ്ടായിരുന്നു ഈ ഫാമിൽ നിന്ന് തീറ്റകൾ എടുക്കാൻ. അപ്പോൾ അവിടെ പ്രസവിക്കണ ഈ കിടാക്കളെ 10 ദിവസം കഴിയുമ്പോൾ അവർ കൊടുക്കും, 10 അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അന്നത്തെ ആ ഇതും കൊണ്ട് നമ്മൾ 3000 രൂപ കൊടുത്ത് 10 ദിവസം എത്തിയ ഒരു 12 ദിവസമായിട്ട് എത്തിയ ഒരു പശുക്കുട്ടീനെ ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുവരാണ്. അതിനെ കൊണ്ടുവന്നാണ് ഇവിടെ തുടങ്ങിയത്. ശരി, ഇവിടെയുള്ള എല്ലാ പശുക്കൾക്കും പേരുണ്ട്. ഞങ്ങളെല്ലാവരും പേരിട്ട് വിളിക്കും. ഒരാൾ എൽസമ്മ, ഒരാൾ കുഞ്ഞാമണി, മറ്റേത് അൽഫോൻസ. പാടത്ത് പറഞ്ഞ് നിൽക്കണുണ്ട്, അതിൻ്റെ പേര് മണിക്കുട്ടി. ഇപ്പൊ കടക്കടാക്കളാണി മണിക്കുട്ടൻ അല്ലെങ്കിൽ എന്തെങ്കിലും പേരൊക്കെ ഇടും. ഇവിടെ പ്രസവിച്ചു തന്നെ എല്ലാവർക്കും പേരുണ്ടാവും. ആ നഷ്ടത്തിൽ നിന്നൊക്കെ ഞങ്ങൾ കയറി പോകും. ദൈവം അനുഗ്രഹിച്ച എല്ലാവരുടെയും സഹകരണം. അപ്പൊ ചേട്ടന്റെ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശു വളർത്തൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ദേവസിക്കുട്ടി ചേട്ടനും കുടുംബവും എങ്ങനെയാണ് 4 പശുക്കൾ കൊണ്ട് ജീവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.